ഒരു വലിയ പ്രഖ്യാപനം ഇപ്പോൾ കേന്ദ്രം നടത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർ കൂടി ഇതിന് ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഖലിസ്ഥാൻ നേതാവ് ഗുർബീന്ദർ സിംഗ് പന്നുവിന്റെയും ബ്രയറിന്റെയും മറ്റും വീഡിയോകൾ നിരോധിച്ചുകൊണ്ടാണ് കേന്ദ്രം ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. കേന്ദ്രം പറയുന്നത് ദേശവിരുദ്ധ ഉള്ളടക്കം, അതുപോലെ തന്നെ സംഘർഷമുണ്ടാക്കാനുള്ള വ്യാജമായ വാർത്തകൾ, ഇവയ്ക്കെതിരെ കർശന നടപടിയെടുക്കാൻ NIA ചുമതലപ്പെടുത്തിയിരിക്കുന്നു. ഇനി മുതൽ അത്തരം നടപടികൾ എടുക്കുക NIA ആയിരിക്കും. NIA കൂടാതെ 5 ഏജൻസികൾക്ക് കൂടി ചുമതലയുണ്ട്. ഇതിലെ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം അനവധി വട്ടം നടന്നു കഴിഞ്ഞു. ഇതിനുള്ള ചട്ടക്കൂട് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച ഒരു വിവരം എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനും കേന്ദ്രം ഉടൻ നൽകും. ദേശവിരുദ്ധ ഉള്ളടക്കം, ഒപ്പം തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഉള്ളടക്കം നിരീക്ഷിക്കും. ഇത്തരം വീഡിയോകൾക്ക് ആദ്യഘട്ടത്തിൽ മുന്നറിയിപ്പ് നൽകുകയും അതിനെതിരെ എന്ത് നടപടിയെടുത്തു എന്ന് എല്ലാ ദിവസവും ഈ പ്ലാറ്റ്ഫോം ഉടമകൾ, അതായത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉടമകൾ സർക്കാരിനെ അറിയിക്കണം. ഇത്തരം വീഡിയോകൾക്കെതിരെ എന്ത് നടപടിയെടുത്തു, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ത് നടപടിയെടുത്തു എന്ന്. ഇത് ഈ വിദേശത്ത് നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്കും ബാധകമാണ്. ഇനി വരുന്ന അടുത്ത ഒരു പുതിയ ഒരു നിയമമാണ് കുറച്ചുകൂടി കടുകട്ടിയാകുന്നു. ഇത്തരം വീഡിയോകൾ വൈറലാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും. അതായത് വിദേശത്തു നിന്നും മറ്റുമൊക്കെ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുകയും മറ്റ് ഇടങ്ങളിൽ, രാജ്യത്തിന്റെ മറ്റിടങ്ങളിൽ ഇരുന്ന് അത് വൈറലാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടി ഉണ്ടാകും. അത് രാജ്യത്തിന് പുറത്തുനിന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ മാത്രമല്ല, രാജ്യത്തിനകത്ത് നിന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കും അതാകും. അതായത് സൃഷ്ടാവിന് മാത്രമല്ല, അത് കണ്ട് അതിനെ വൈറലാക്കാൻ, അതിനെ ഷെയർ ചെയ്യുക, അതിനെ കമന്റ് ചെയ്യുക, അങ്ങനെയൊക്കെ തുടങ്ങി അതിനെ വൈറലാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും. ഇത് പ്രധാനമായി 5 മന്ത്രാലയങ്ങളാണ്. അതിൽ IT മന്ത്രാലയമുണ്ട്, ആഭ്യന്തര മന്ത്രാലയമുണ്ട്, നിയമ മന്ത്രാലയം, ആശയവിനിമയ മന്ത്രാലയം. ഇവരുടെ രാജ്യത്തെ പ്രവർത്തനം സംസ്ഥാനങ്ങൾ, മറ്റു സംസ്ഥാനങ്ങളിലെ ഇന്റലിജൻസ് സംവിധാനങ്ങളെയുമായി കൂട്ടിയിണക്കിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും. അതായത് ശക്തമായ ഒരു മോണിറ്ററിംഗ് ഉണ്ടാകും. നമുക്കറിയാം, പല വിദേശ രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള മോണിറ്ററിംഗ് ഉണ്ട്. അവിടെ സോഷ്യൽ മീഡിയ വഴി രാജ്യവിരുദ്ധ അല്ലെങ്കിൽ ദേശവിരുദ്ധ വാർത്തകളും മറ്റും, അല്ലെങ്കിൽ ദേശവിരുദ്ധ പോസ്റ്റുകളും മറ്റും ചെയ്യുന്നവർക്കെതിരെ കർശന നടപടികൾ എടുക്കാറുണ്ട്. നമ്മുടെ രാജ്യത്തിൽ 2019 IT മന്ത്രാലയം ഇതിനുള്ളൊരു ഭേദഗതി കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ നിയമം വരുന്നത്. ഇത് അധികം വൈകാതെ തന്നെ എല്ലാ സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾക്കും ആദ്യഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിലെ ഈ പ്ലാറ്റ്ഫോമുകൾക്കും, അതായത് പ്രത്യേകിച്ച് ചാനലുകൾ അല്ലെങ്കിൽ പേജുകൾ, അങ്ങനെയുള്ളവർക്ക് ഒരു മുന്നറിയിപ്പ് കേന്ദ്ര സർക്കാർ നൽകും. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് നീക്കം ചെയ്യണം, ഇല്ല എങ്കിൽ അതിന് നടപടികൾ നേരിടേണ്ടി വരും. ഇത്തരം പോസ്റ്റുകളും വീഡിയോകളും മറ്റുമൊക്കെ ഷെയർ ചെയ്ത് അതിനെ വൈറലാക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും നടപടി വരും. ഈ നടപടി എടുക്കുന്ന NIA ആണ്. കാരണം ഇത് ദേശവിരുദ്ധ പ്രവർത്തനമായതുകൊണ്ട് തന്നെ UAPA ഗണത്തിലേക്ക് ഈ കേസ് മാറുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.